ദാനം കൊടുത്തത് അല്ലെങ്കിൽ കൊടുത്ത സഹായം തിരിച്ചു ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ പല പേരിട്ട് വിളിക്കാം. കശ്മലന്മാരെന്ന് വിളിക്കാം, മ്ലേച്ഛന്മാരെന്ന് വിളിക്കാം, ചെറ്റകൾ എന്ന് വിളിക്കാം. അതൊരു ഡിക്ഷണറിയൽ പദമല്ലാന്ന് തോന്നുന്നു. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാഫറുകൾ എന്ന് വിളിക്കാം. ഒരു അറബി പദമാണ്. കാഫറുകൾ എന്ന് വിളിക്കാം. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ യൂണിഫോം ഇട്ട് തെരുവോരത്ത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് മീൻ വിറ്റ് നിന്നിരുന്ന ഒരു കുട്ടിയെ, അവളുടെ പേര് ഹനാൻ എന്നാണ്. അവളുടെ പേര് ഹനാൻ. അത് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ ശ്രീകണ്ഠൻ നായർ SKN അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനലിൽ അതിൻ്റെ മുഖ്യൻ ആയിട്ടുള്ള SKN അദ്ദേഹം തന്നെ അവതാരകരായിട്ട് നടത്തുന്നൊരു പ്രോഗ്രാമുണ്ട്, തമ്മിൽ. അത് കഴിഞ്ഞ ദിവസത്തെ, അതായത് ഈ സ്ത്രീകളുടെ വസ്ത്രദാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാം, അത് വളരെ വലിയ രീതിയിൽ വൈറലായി മാറി. അതിൽ ആ ഷോയിൽ പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞവരിൽ ഒരാൾ ഹനാനായിരുന്നു. ഹനാനെ ഞാൻ ഇപ്പം നിങ്ങൾ ഓർമ്മിക്കാത്തവർക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നല്ലോ. ഹനാൻ ബിഗ് ബോസിലൊരു താരമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു മോഡലുമാണ്. ഷോയിൽ പങ്കെടുത്ത് ഹനാൻ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോൾ ചുറ്റും ഉള്ളവർ അവരെ കൊത്തിവലിക്കാൻ തുടങ്ങി. കാര്യം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങൾ തന്ന ചില്ലിക്കാശ് കൊണ്ട് നീ ഇപ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, മുടി നന്നായിട്ട് ചീകിക്കെട്ടുന്നു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ ആലോചിച്ച് നോക്കുക. ഞാനത് പറയാൻ കാരണം, ഒരിക്കൽ ഞാൻ ബോംബെയിൽ പോവുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്ന് മദ്രാസ് ആന്ധ്രാപ്രദേശിൽ കൂടിയാണ് ട്രെയിൻ പോവുക. കേരള എക്സ്പ്രസ് ജയന്തിക്ക് അങ്ങനെയാണ് പോവുക. അപ്പോൾ അത് കാട്ട്പാടി ജംഗ്ഷനാണോ ജോലാർപേട്ട ജംഗ്ഷനിലോ മറ്റോ വന്നപ്പോൾ അതവിടെ നിർത്തി, വെള്ളമൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ ആൾക്കാർക്ക് അറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ 10-40 മിനിറ്റൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പാവപ്പെട്ട തമിഴൻ പയ്യൻ അമ്മ എന്ന് പറഞ്ഞ് വന്ന് ജനങ്ങൾക്ക് കൈ നീട്ടി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ അവൻ്റെ കയ്യിൽ എത്രയോ 50 പൈസയോ മറ്റൊരു നാണയം വെച്ച് കൊടുത്തു. എൻ്റെ കൂട്ടത്തിൽ അന്ന് കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസർ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം വിവാഹത്തിന് മറ്റോ പോവുകയാണ്. അപ്പോൾ അവനെ കണ്ട് അവൻ്റെ മുഖത്ത് ദൈന്യത തോന്നിയിട്ട് അവൻ ഈ മറ്റേ ജനവാലിൻ്റെ അവിടെ ഇരിക്കുന്നതോട് മാത്രമേ പിച്ച തേണ്ടിയുള്ളൂ. അവൻ പോകുമ്പോൾ എന്നെ വിളിച്ചു, ഡേയ് ഇങ്ങ വാങ്കോ എന്ന് പറഞ്ഞു, അറിയാവുന്ന തമിഴിൽ. അവൻ തിരിച്ചു വന്നിട്ട് അവൻ്റെ കയ്യിൽ അന്നത്തെ കാലഘട്ടത്തിൽ 10 ഒരു നോട്ട് എടുത്ത് കൊടുത്തു. അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. ഇവൻ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 50 പൈസയും വാങ്ങിച്ചാൽ പലവരുടെ കയ്യിൽ നിന്നും 50 പൈസയ്ക്കും വാങ്ങിച്ചിട്ടാണല്ലോ അവൻ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വരുന്നത് ഒരു കൊക്കോകോളയുടെ ബോട്ടിൽ അത് കുടിച്ചിട്ടാണ് വരുന്നത്. അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ പെങ്ങളുമുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ 50 പൈസ കൊടുത്ത സ്ത്രീക്ക് സഹിച്ചില്ല. അവരവനെ വിളിച്ചു, നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് കൊക്കോകോള കുടിക്കാനാണ് അവിടെ? അറിയാവുന്ന ഭാഷ, അവന് പിന്നെ എല്ലാ ഭാഷയും അറിയാം. കാരണം ഈ മറ്റേ റെയിൽവേ സ്റ്റേഷനിലുള്ള ആളായതുകൊണ്ട് മലയാളം പിന്നെ എല്ലാ തമിഴന്മാർക്കും പറഞ്ഞാൽ അറിയാൻ ചിലർ തിരിച്ചു പറയുകയും ചെയ്യും. ഇവനെ കുറച്ച് ചീത്ത പറഞ്ഞു, നിനക്ക് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ പിച്ച വേണ്ടി നടക്കുന്നത് എന്നും പറഞ്ഞ് അവസാനം ഇവിടെ വെച്ചു. ഞാൻ തന്ന പൈസ തിരിച്ചു കളാന്ന് പറഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ എവിടെയാണ് പൈസ? അവനത് ആ പാവം വല്ലപ്പോഴാണ് കൊക്കോകോളയും കാണാനുള്ള യോഗയല്ലേ ഉള്ളൂ. അവനുണ്ട്, അവൻ്റെ കുഞ്ഞു പെങ്ങളും ഉണ്ട്. അവൻ കരയാൻ തുടങ്ങി. ഇത്രയായ സമയത്ത് ഈ കൽപ്പറ്റ ഭാഷന് അപ്പോഴാണ് 10 രൂപ എടുത്ത് കൊടുത്തത്. ആ കൊക്കോകോളയ്ക്ക് എത്രയോ എനിക്ക് തോന്നുന്നു വല്ല 5 രൂപയ്ക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. കൊക്കോകോളയോ പെപ്സിയോ എന്തോ എനിക്ക് ഓർമ്മയില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നോട്ടെങ്കിൽ ഏതായാലും ഈ പൈസ അവനോട് പറഞ്ഞു, ഇവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അവനൊന്നും ചെയ്തില്ല. അവന് ഈ ഭാഷ മുഴുവൻ മനസ്സിലായിട്ടാവില്ല. അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഈ സ്ത്രീ ബോംബെയിലെത്തുന്നവരെ തലപൊന്തിച്ചിട്ടില്ല. അന്ന് കൽപ്പറ്റ ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് വേണം ദാനം കൊടുക്കാൻ. ആരാണോ ദാനം ഏറ്റുവാങ്ങുന്ന അയാളുടെ മുഖം പോലും കാണരുത് എന്നാണ് പറയുക. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട്. എങ്ങനെയാണ് ഉണ്ടായത്? അത് ദൈവം തമ്പുരാൻ തന്നതുകൊണ്ട്. അതല്ലേ യഥാർത്ഥ വിശ്വാസം. ആർക്കാ കൊടുക്കുന്നത്? ഇല്ലാത്തവന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള ആ സ്ത്രീയുടെ പോലെയുള്ള മ്ലേച്ഛമായിട്ടുള്ള ചെറ്റത്തരം ആരെങ്കിലും പറയുമോ? ആലോചിച്ച് നോക്കുക. ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഹനാൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഹനാൻ്റെ പഴയകാല ജീവിതം, നീ മീൻകാരിയല്ലടി, നീ മീൻ വിറ്റ് നടന്നവളല്ലേടി, ഗതികെട്ടവളായിരുന്നില്ലേടി എന്ന് ധ്വനി വരുന്ന ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് വന്നു. ഈ സംഭവം പഴയകാല കാര്യങ്ങൾ പോലും അൺഫോൾഡ് ചെയ്ത് അവരെ മാന്തിപ്പറിക്കാൻ തുടങ്ങിയെന്ന് സാരം. ഏതായാലും അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സുഖകരമല്ലാത്ത രീതിയിൽ മീൻകാരി എന്ന് വിളിച്ചുകൊണ്ടാണ് എല്ലാവരും അവരെ ഫേസ്ബുക്കിനകത്ത് വന്ന ഒരു ഇതിൽ മീൻകാരി എന്ന് വിളിച്ചുകൊണ്ടാണ് അവഹേളനം തുടങ്ങി വെച്ചത്. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു വന്ന ഹനാനെതിരെ വന്ന അധിക്ഷേപങ്ങൾക്ക് എതിരെ ചില കുറിപ്പുകളും അവർക്കെതിരെ, അതായത് ഹനാനെതിരെ പറഞ്ഞവർക്കെതിരെ ചില കുറിപ്പുകളും വന്നു. അതും ശ്രദ്ധേയമായി. ഫേസ്ബുക്ക് യൂസറായിട്ടുള്ള ഒരു അനു ചന്ദ്ര ഹനാനെ അധിക്ഷേപിച്ച് കമൻറ്റുകൾ കുറിച്ചവർക്കെതിരെ പൊട്ടിത്തെറിച്ചു. സഹായിച്ച ശേഷം കടപ്പാടിൻ്റെ പേരും പറഞ്ഞ് ആരാണോ ഈ സഹായം ഏറ്റുവാങ്ങിയത് അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ തങ്ങളുടെ മുമ്പിൽ അടിയറ വയ്ക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരല്ലേ മ്ലേച്ഛന്മാർ, അവരല്ലേ ചെറ്റകൾ, അവരല്ലേ കാഫറുകൾ. ഏതായാലും ഈ മ്ലേച്ഛന്മാരുടെ ഒരു കമൻറ്റ് കാണുക. ആ മീൻകാരി പെണ്ണിനെ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾ ലജ്ജയോടുകൂടി തലം കുനിക്കുന്നു അത്രേ. ഏറ്റവും വലിയ കാര്യം, ഇവരാരുടെ അടുത്തും പിച്ച വേണ്ടിയിട്ടൊന്നുമില്ല. അവരാ മീൻ വിറ്റു. പിന്നീട് പലരും സഹായിച്ചു അവരെ. അവർക്ക് കാറ് പോലും സ്വന്തമായിട്ടുണ്ട്. മാത്രം അവർ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അവരെന്തോ കാര്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരിട്ട് പോയി കണ്ട് പല കാര്യങ്ങളും നടത്തിയ മിടുക്കി പെൺകുട്ടിയാണ്. ഇപ്പം അവരുടെ ആ കാലഘട്ടത്തിലെ ദൈന്യത കണ്ട് സഹായിച്ചവരിൽ ചിലവരാണ് പറയുന്നത്, ആ മീൻകാരി പെണ്ണിനെ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ലജ്ജയോടുകൂടി തലകുനിക്കുന്നു എന്ന്. അതിന് ആ ഒരു ലേഖനത്തിന്, വീഡിയോ ഫേസ്ബുക്ക് ലേഖനത്തിന് 1600 ലൈക്കുകളാണ് ഒറ്റയടിക്ക് കിട്ടിയത്. തൻ്റെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചെത്തിയ ഹനാനെക്കുറിച്ച് യൂട്യൂബിൽ വന്ന കമൻ്റാണിത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയല്ലേടി, അതിനിങ്ങനത്തെ വസ്ത്രമാണോ ധരിക്കുക? നീ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ. ഒരാളെ അയാളുടെ വിഷമസന്ധിയിൽ ചേർത്ത് പിടിക്കുന്നത്, അതിന് നാടൻ ഭാഷ പറഞ്ഞ ഹ്യൂമാനിറ്റിയാണ്, മാനവികതയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അയാളുടെ സർവസ്വവും തൻ്റെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്നവൻ, അവനെയാണ് മ്ലേച്ഛന്മാരെന്നും ശുദ്ധ കാഫറുകളെന്നും വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹം, അങ്ങനെയുള്ളവരെ സമൂഹം വെറുക്കുകയാണ് ചെയ്യുക, പുച്ഛിക്കുകയാണ് ചെയ്യുക. ഒരാളെ ഒരിക്കൽ സഹായിക്കുന്നത് ജീവിതകാലം മുഴുവൻ ആ ഒരുവൻ തൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട്, അടിമയായിട്ട്, തൻ്റെ ഇംഗിതത്തിന് അനുരോധമായിട്ട് വർത്തിക്കുന്നവനായിട്ട് തീരണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹായത്തിന് പണത്തിൻ്റെ മൂല്യമല്ല ഉണ്ടാകുക, പിണത്തിൻ്റെ മൂല്യമാണ് ഉണ്ടാകുക എന്നർത്ഥം. ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ ആ വഴി കൂടെ പോകുമ്പോൾ ഏതായാലും പാവപ്പെട്ടൊരു സാധുവായിരിക്കും. ഒരിക്കൽ അയാളെ വിളിച്ചൊരു നേരത്തെ ആഹാരം കൊടുത്തു, എന്തോ പുണ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അയാൾ ആ വഴിക്ക് പോകുമ്പോൾ മുഴുവൻ ഇവരെ നോക്കിയിട്ട് സെല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അയാളെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു, നിനക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഒരു നേരത്തെ ആഹാരം തന്നില്ലേ, ആ നന്ദി നിനക്കുണ്ടോടാ നായെ. അദ്ദേഹം പറഞ്ഞു, അപ്പം ഛർദ്ദിച്ച് തരാമെന്ന് പറഞ്ഞു. അല്ലേ പറ്റുള്ളൂ അയാൾക്ക്, ഛർദ്ദിച്ച് തരാമെന്നാണ് പറഞ്ഞ അയാൾ. അപ്പോൾ ഈ രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒരാൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ആ ഒരാളുടെ മൊത്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ. പിന്നെ അയാളെ കുറിച്ച് ഇവരെന്താ കരുതുന്നത്? ഇയാൾക്ക് വേണ്ടി കുരയ്ക്കുന്ന ഒരു നായ. അങ്ങനെയായി തീരണം. മറ്റൊരാൾക്ക് വേണ്ടിയും കുരയ്ക്കാൻ പാടില്ല, മറ്റൊരു സ്ഥലത്ത് നിന്നും കുരയ്ക്കാൻ പാടില്ല. തൻ്റെ വീടിൻ്റെ മുമ്പിൽ തലയും താഴ്ത്തി ചങ്ങലയ്ക്ക് അധീനനായിട്ട് വാലാട്ടി അവിടെ നിന്നോളണം. കാരണം എന്താ? എന്നോ ഒരു സഹായം കൊടുത്തു എന്നുള്ളത്. അപ്പം അങ്ങനെ
ഒരാൾക്ക് സഹായം നൽകുക എന്നുള്ളത് ആ ഒരാളുടെ മൊത്തം ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവകാശപത്രം അഥവാ ലൈസൻസ് എടുക്കുകയല്ല എന്ന് ഈ മ്ലേച്ഛന്മാരായിട്ടുള്ള കാഫറുകൾ, ഇത്തരം വൃത്തികെട്ടവന്മാർ എന്നാണ് അറിയുക. ഏതായാലും ഹനാൻ തൻ്റെ പരിപാടിയിൽ തമ്മിൽ പരിപാടിയിൽ നല്ല മൂർച്ചയുള്ള മറുപടികൾ ഈ കാഫറുകൾക്ക് കൊടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നന്നായി അത്. നമസ്കാരം.